അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉരുളക്കിഴങ്ങും മുട്ടയും കൊണ്ടുള്ള ഒരു കട്ട്ലറ്റാണ് ആക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ, നോമ്പ് മുറിക്കുമ്പോൾ ഒക്കെ നല്ലതാണ്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. 2 മുട്ട പുഴുങ്ങി തൊലിയെടുത്തിട്ടുണ്ട്, ഒരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടെടുത്തിട്ടുണ്ട്, ഒരു ഉള്ളി, 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, കറിവേപ്പില, 1/2 ടീസ്പൂണ് ഉപ്പ്, ജീരകം 1/4 ടീസ്പൂണ്, ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂണ്, കട്ട്ലറ്റ് മുക്കി പൊരിക്കാൻ വേണ്ടി മുട്ട, ബ്രെഡ് ക്രംസ്, പൊരിച്ചെടുക്കാൻ ആവശ്യത്തിന് ഓയിൽ. ആദ്യം ഉരുളക്കിഴങ്ങ് ഇതിൽ ചിരണ്ടി എടുക്കാം. അതുപോലെ തന്നെ മുട്ടയും ഇതിൽ തന്നെ ചിരണ്ടി എടുക്കാം. പിന്നെ നമുക്ക് ഉള്ളിയും അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ ഇതിലൊക്കെ നമുക്ക് ചിരണ്ടിയെടുക്കാം. ഉള്ളിയും ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഒന്നിച്ചാക്കാം. ഓക്കെ, മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി, ഗരം മസാല ഒരു പിഞ്ച്, ഒരു നുള്ളു മാത്രം ഗരം മസാല, 1/4 ടീസ്പൂണ് ജീരകപ്പൊടി, ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ ഉപ്പ് നോക്കിയിട്ട് നമുക്കിടാം. കറിവേപ്പില ചെറുങ്ങനെ മുറിച്ചെടുത്ത്, കറിവേപ്പിലാണ് ചേർത്ത് കൊടുക്കുന്നത്, നമുക്ക് വേണമെങ്കിൽ മല്ലിയിലും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്നിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ പരത്തിയെടുക്കാം. കംപ്ലീറ്റ് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം മുട്ടയിൽ ഇതുപോലെ മുക്കിയെടുക്കാം. ബ്രെഡ് ക്രംസിലിടുക. ഇതിൽ നല്ലപോലെ മുക്കിയെടുക്കണം, നല്ലപോലെ എല്ലാ ഭാഗത്തും നല്ല കവറായിരുന്നു. ഇതുപോലെ തന്നെ മറ്റുള്ളതും ചെയ്തെടുക്കാം. കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് പൊരിച്ചെടുക്കാം. സ്റ്റവ് ഓണാക്കാം. ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് ഷാലോ ഫ്രൈയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് ഓയിൽ മതി. ഓയിൽ ചൂടായി നോക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കട്ട്ലറ്റ് മെല്ലെ മെല്ലെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഫ്ലെയിമിൽ പൊരിച്ചെടുക്കാം. അടിവായിട്ടുണ്ട്, മറിച്ചിട്ട് കൊടുക്കാം. കട്ട്ലറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിൽ കിച്ചൺ ടിഷ്യൂ വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് മാറ്റാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.